الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ നിരന്തരം സംഭവിക്കുന്ന പ്രകൃതമാണ് മനുഷ്യന്റെ പ്രകൃതം എന്നുള്ളത്. ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയുമുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി കടന്നുകൂടാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് കാണാം. വമാ ഉബർരിഉ നഫ്സി ഇല്ലാ നഫ്സ ലഅമ്മാറതൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചവൻ അല്ലാഹു പഠിപ്പിക്കുന്ന വാക്ക്, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ പ്രകൃതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്കാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മനുഷ്യന്റെ മനസ്സ് എന്നുള്ളത്. ഇന്നൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സിലെ അമ്മാറത്തുൻ ബിസ്സൂ, അത് തിന്മകളിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഖൽബ്. എന്നാൽ ഇല്ലാ മാ റഹിമ റബ്ബി,
ആ ഒരു തിന്മകൾക്ക് പ്രേരണ നൽകുന്ന മനസ്സിനെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, എന്റെ രക്ഷിതാവിന്റെ കരുണ ലഭിച്ചവരൊഴികെ ഇല്ലാ മാ റഹിമ റബ്ബി, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾ ഒഴികെ മറ്റുള്ളവരൊക്കെ തിന്മകളിലൂടെ വ്യാപൃതരാകുന്നവരാണ്. എന്നിട്ട് അള്ളാഹു പരാമർശിച്ച് നിർത്തുന്നൊരു വാചകം, ഇന്ന റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ് ഗഫൂറർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. മറ്റൊരിടത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ബനി ആദമു ഖത്താഉൻ, ആദം സന്തതികൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവരിലും തെറ്റ് സംഭവിക്കുന്നതാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ മാന്യന്മാരാരാണ്, നല്ലവർ ആരാണ്? വഖൈറു ഖത്താഈന അത്തവ്വാബൂൻ, തൗബ വർദ്ധിപ്പിക്കുന്നവരാണ്, പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. ആ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ കഴുകിക്കളയുന്നവരാണ് തിന്മ ചെയ്യുന്നവരിൽ നല്ലവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. പരിശുദ്ധ റമദാൻ പാപങ്ങളെ ശുദ്ധീകരിക്കാൻ പറ്റുന്നൊരു മാസത്തിലാണ് നമ്മളുള്ളത്. തൗബ കൊണ്ട് മാത്രമല്ല, ഇബാദത്തുകൾ കൊണ്ടും ശുദ്ധീകരിക്കാൻ പറ്റുന്ന മാസം. നമസ്കാരങ്ങളിലൂടെ പാപം പൊറുക്കപ്പെടുന്നു, നോമ്പിലൂടെ പാപം പൊറുക്കുന്നു, അതേപോലെ തന്നെ ഖിയാമുൽ ലൈലിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ പാപം പൊറുക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിച്ച ഒരു വെള്ളിയാഴ്ചക്കിടയിൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിലുള്ള പാപങ്ങൾ ഒരു വെള്ളിയാഴ്ച കാരണം പൊറുക്കപ്പെടുന്നുവെങ്കിൽ, അതേപോലെ തന്നെ റമളാനു ഇലാ റമളാൻ, കഴിഞ്ഞ റമളാനിന്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തിന്മകളെ പൊറുക്കാൻ, പാപങ്ങളെ കഴുകിക്കളയാൻ കാരണമാകുന്ന ഒന്നാണ് ഈ റമളാൻ. ഈ റമളാനിലൂടെ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ തൗബ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം, പശ്ചാത്താപം വർദ്ധിപ്പിക്കേണ്ട ഒരു ഏറ്റവും നല്ല ചാൻസ് കിട്ടിയ ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു ഖത്താഈന അത്തവ്വാബൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി മിമ്പറിലേക്ക് കയറിയ സമയത്ത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിവസം 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ കാല് വെച്ചപ്പോൾ ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ കാല് വെച്ച് കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ റസൂലേ പതിവില്ലാത്തൊരാമീൻ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആമീൻ എന്താണ് നബിയേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാമത്തെ വിഷയം, ഒരു കാര്യം പറഞ്ഞത്, റമളാൻ ഒരാൾക്ക് മുഴുവനും വന്നു കിട്ടി. ഒരു റമളാൻ മാസം മുഴുവനും ഒരാൾക്ക് ലഭിച്ചിട്ട് ആ റമളാൻ അവസാനിക്കുന്നത് വരെ അയാളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞില്ല, അയാളുടെ പാപങ്ങളിൽ നിന്ന് അയാൾ ശുദ്ധിയായിട്ടില്ല. ആ തിന്മയിൽ ഇങ്ങനെ മുഴുകിക്കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അയാൾ ഉണ്ടായത്. എങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മലക്ക് പറഞ്ഞു, ആ മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റമളാൻ മുഴുവനും നമുക്ക് വന്ന് കിട്ടിയിട്ട് ആ റമളാനിലൂടെ പാപം പൊറുക്കപ്പെടാത്തവരായി റമളാൻ ഇങ്ങോട്ട് തീർന്നു പോവുക. ഇത്ര വലിയ ദൗർഭാഗ്യവാന്മാർ ഭൂമി ലോകത്താരുമില്ല. ഭൂമി ലോകത്താരുമില്ല. ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ അവരാണ്. പാപങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് വാരിക്കൂട്ടിയ പാപങ്ങളെ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി,
ഖുർആനിന്റെ പ്രയോഗം. വഇനിസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ പാപമോചനത്തിന് വേണ്ടി തേടുക. സുമ്മ തൂബു ഇലൈഹി, പിന്നീട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. തൗബക്കും ഇസ്തിഗ്ഫാറും രണ്ടും രണ്ടാണ്, അതൊന്നല്ല. തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ മാറ്റമുണ്ടെന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളൊരു വാക്ക് പറയുന്നതും ഒരു തൗബ എന്ന ഇബാദത്തിന് വേണ്ടി മാറിയിരുന്ന് തൗബ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും പാപം പൊറുക്കാൻ കാരണമാണ്. എന്നാൽ തൗബ ചില നിബന്ധനകളോടുകൂടി നിർവഹിക്കുന്ന ഒന്നാണ് തൗബ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. 5-ാമത്തെ അധ്യായം അതിന്റെ 74-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു, ആകയാൽ നിങ്ങൾ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവനോട് പിന്നീട് അല്ലാഹു പറയാണ് വല്ലാഹു ഗഫൂറുർ റഹീം. നോക്കൂ, നിങ്ങൾ ആദ്യം ഖേദിച്ചു മടങ്ങുക. ആ ഖേദിച്ചു മടങ്ങുന്നതിനെയാണ് തൗബ എന്ന് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഇലല്ലാഹി യസ്തഗ്ഫിറൂനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. തൗബയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഇസ്തിഗ്ഫാർ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ തൗബയ്ക്ക് വേണ്ടി ഇസ്ലാം പ്രേരിപ്പിക്കുന്ന, ഇസ്ലാം നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ നിബന്ധനകളായി വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വചനങ്ങളോതി പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. സാധാരണ ഒരു ഇസ്തിഗ്ഫാറല്ല, തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ തൗബ ചെയ്ത് നിങ്ങൾ മടങ്ങണം എന്നാണ് ഖുർആനിന്റെ വാക്ക്. എങ്ങനെയുള്ള തൗബ? തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ നിലക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണം. നിഷ്കളങ്കമായ നിലക്ക്. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇസ്തിഗ്ഫാർ നടത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആർക്കോ വേണ്ടി ഒന്ന് ദുആ ചെയ്ത് നീച്ചു പോവുക എന്നുള്ളതല്ല. മറിച്ച് കൽബറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട്, കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവരായി നിങ്ങൾ മാറണം എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഫമൻ താബ മിൻ ബഅദി ളുൽമിഹി, പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്, എന്നാൽ അക്രമം ചെയ്തതിനു ശേഷം വല്ലവനും പശ്ചാത്തപിക്കുകയും തൗബ ചെയ്ത് മടങ്ങുകയും നിലപാട് നന്നാക്കുകയും ചെയ്യുന്നവർ ആരാണോ, തീർച്ചയായും പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കരുണ നൽകുന്നവനുമാണ്. ഇതൊക്കെ തൗബയെ സംബന്ധിച്ച് പരാമർശിച്ച വചനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു എന്നാണ്. ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇസ്തിഗ്ഫാർ സാധാരണ ഒരു പാപമോചനം തേടുന്നതിൽ വ്യത്യസ്തമായി ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ പാപങ്ങൾ ഇല്ലാത്തവനായിക്കൊണ്ടാണ് അവൻ ശുദ്ധീകരിക്കപ്പെടുക. തൗബയുടെ എല്ലാ നിബന്ധനകളും ഒത്ത് ഒരാൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? സകല രൂപത്തിലും അവൻ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കപ്പെടും. പാപങ്ങൾ ഇല്ലാത്തവനായിട്ടവൻ വരും എന്നാണ്. ആ തൗബ സ്വീകരിക്കാൻ അല്ലാഹു കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യബ്സുതു യദഹു ബില്ലൈലി മുസീഉൻ നഹാർ, അല്ലാഹു രാത്രിയിൽ തൗബ ചെയ്യുന്നവന്റെ, രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു പകലിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. വയബ്സുതു യദഹു ബിന്നഹാർ, അല്ലാഹു പകലിലും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. ലിയതൂബ മുസീഉൻ ലൈൽ,
രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ പകലിലും, പകലിൽ തെറ്റ് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു രാത്രിയിലും അള്ളാഹു കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഹദീസ്. ഇമാം മുസ്ലിമിന്റെ 2729 നമ്പർ ഹദീസിൽ ഈ ഹദീസ് നമുക്ക് കാണാം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഹത്താ തത്ലുഗ ശംസു മിൻ മഗ്രിബിഹാ, അതായത് ഖിയാമത്ത് നാൾ വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന തൗബ സ്വീകരിക്കാൻ അള്ളാഹ് കാത്തിരിക്കുക എന്നുള്ളത് സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, റസൂലുള്ളാഹി പറയാണ് തൂബു ഇലല്ലാഹ്, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. പാപം ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ഞാൻ ഒരു ദിവസത്തിൽ 100 തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു, പാപമോചനത്തിനു വേണ്ടി തേടുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് തൂബു ഇലല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം എന്നാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരോടാണ് തൗബ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കുന്നവനായി ഭൂമിയിൽ ആരുമില്ല. പാപം പൊറുക്കുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങണം എന്നാണ്. ആ തൗബയെ സംബന്ധിച്ച് പറഞ്ഞു മൻ താബ, ആരെങ്കിലും തൗബ ചെയ്യുകയാണ് ഖബല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അവന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ തൊണ്ടയിലേക്ക് മരണമെത്തി നിൽക്കുന്ന സമയത്ത് ഒരാൾ തൗബ ചെയ്താലോ? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദു മാ ലം യുഗർഗിർ. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ്, ഒരടിമ തന്റെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഏത് സമയം? അതേ മാലം യുഗർഗിർ, അവന്റെ തൗബ സ്വീകരിക്കാതെ പോകുന്ന സമയമാണ്. ഗർഗർ എന്ന ശബ്ദം അവന്റെ തൊണ്ടയെ പിടികൂടുന്ന നേരം, അതേ മരണം തൊണ്ടയിലേക്ക് എത്തി ഞാൻ യാത്രയാവുകയാണ് എന്ന് മനസ്സിലാകുന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ഒരാൾ തൗബ ചെയ്ത് പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്ത് പോലും അള്ളാഹു സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തൊണ്ടയിൽ മരണമെത്തുന്ന നേരത്തല്ലാത്ത എല്ലാ തൗബകളും അള്ളാഹു സ്വീകരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തൗബയെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുന്നവരാകണം. ഈ റമദാൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി നമ്മുടെ സമയത്തെ മാറ്റിവെക്കുന്ന റമദാനുകളായി ഈ റമദാനിനെ മാറ്റണം. തൗബ ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും വിവരിച്ചിങ്ങനെ എണ്ണിപ്പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 5-ാമത്തെ അധ്യായം സൂറത്ത് 5-ാമത്തെ അധ്യായത്തിന്റെ 74-ാമത്തെ വചനത്തിലൂടെ, സൂറത്തുൽ മാഇദയുടെ 4-ാമത്തെ വചനത്തിലൂടെയുള്ള പഠിപ്പിക്കുകയാണ് അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. തൗബ ചെയ്യുന്ന ആളുകൾക്ക് ഒന്നാമത്തെ പ്രത്യേകത അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു എന്നതാണ്. അഫലാ യതൂബൂന ഇലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു വയസ്തഗ്ഫിറൂനഹു, അവൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ പാപം പൊറുക്കാൻ വേണ്ടി റബ്ബിലേക്ക് ഖേദം പ്രകടിപ്പിച്ച് മടങ്ങുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ച് പഠിപ്പിച്ച ഹദീസ് എന്താ? അല്ലാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ പറഞ്ഞല്ലോ താഇബു മിനസ് ദംബി കമൻ ലാ ദംബ ലഹു. നേരത്തെ പറഞ്ഞല്ലോ പാപങ്ങളില്ലാത്തവനായിട്ടവൻ മടങ്ങും. അതായത് പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവനായിട്ട് അവൻ മടങ്ങും. തൗബയുടെ നിബന്ധനകളോടെ ഒരാൾ തൗബ ചെയ്ത് മടങ്ങുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ തൗബയെ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ പ്രത്യേകത, ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തിന്മകളെ അല്ലാഹു നന്മകളാക്കി അവന് മാറ്റിക്കൊടുക്കും എന്നതാണ്. തിന്മകളുണ്ട്, ആ തിന്മകളെ പടച്ച റബ്ബ് എന്താക്കും?
തൗബ ചെയ്യുന്നതിലൂടെ അവന്റെ തിന്മകളെ റബ്ബ് നന്മകളാക്കി മാറ്റിക്കൊടുക്കുമെന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ പിന്നെ പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായത്തിന്റെ 70-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുകയാണ്, ഇല്ലാ മൻ താബ വആമന അമില അമലൻ സ്വാലിഹാ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ എന്നാണ് ഖുർആനിന്റെ പരാമർശം. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അത്തരക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മകൾക്ക് പകരം നന്മകളെ മാറ്റിക്കൊടുക്കുന്നതാണ്. നന്മകളാക്കി അല്ലാഹു തിന്മകൾ അവർക്ക് നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും റഹീമൻ അവൻ കരുണ കാണിക്കുന്നവനുമാണ്. അല്ലാഹുവിന്റെ പാപമോചനത്തിന്റെ കൂടെ റഹ്മത്ത് കൂടി നമുക്ക് ലഭിക്കണം എന്നർത്ഥം, കാരുണ്യം കൂടി ലഭിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. മൂന്നാമത്തെ പ്രത്യേകത, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ വചനങ്ങൾ ഓതി പഠിപ്പിച്ചത്, തൗബ ചെയ്ത് മടങ്ങുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന വിഭാഗമാണ് പശ്ചാത്തപിക്കുന്ന വിഭാഗം. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്ന മൂന്നാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ, വിശുദ്ധി പാലിക്കുന്ന ആളുകളെ, ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. രണ്ട് കൂട്ടരെ റബ്ബ് ഇഷ്ടപ്പെട്ടു എന്ന് ഒരായത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. റഹ്മാനായ റബ്ബ് പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന, തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. നാലാമത്തെ വിഭാഗം അല്ലെങ്കിൽ നാലാമത്തെ പ്രത്യേകത പഠിപ്പിച്ചത്, സഹോദരങ്ങളെ, ഐഹിക ജീവിതത്തിലെ സുഖങ്ങൾ അവർക്ക് ലഭിക്കും. ദുനിയാവിൽ തന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു സംതൃപ്തിയും ഒരു സുഖവും അവരുടെ ഖൽബിന് ലഭിക്കുമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. 11-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വചനത്തിലുള്ള പഠിപ്പിക്കുകയാണ്, അനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി വയുമത്തിഉകും മതാഅൻ ഹസനാ ഇലാ അജലിൻ മുസമ്മാ വയുഅതി കുല്ലി ദീ ഫളിൻ ഫളാ. പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവരിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ എങ്കിൽ നിർണിതമായ ഒരു അവധി വരെ നിങ്ങൾക്കവൻ ഐഹിക ജീവിതത്തിന്റെ സുഖങ്ങൾ, ഐഹിക ജീവിതത്തിൽ നല്ല സൗഖ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് നമുക്ക് ഓതി പഠിപ്പിച്ചു തരികയാണ്. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു മതാഅൻ ഹസനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിൽ തന്നെ ഹസനത്ത് നൽകും, നന്മ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ബോധ്യപ്പെടുത്തി തന്നു. അപ്പൊ തൗബ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം ഐഹിക ജീവിതത്തിൽ തന്നെ സൗഖ്യം ലഭിക്കുന്നവരായി മാറും. 5-ാമത്തെ വിഭാഗം ആരാണെന്നറിയോ? 5-ാമത്തെ വിഭാഗം മഴ ലഭിക്കും. തൗബ ചെയ്യുന്ന ആളുകൾ തൗബ വർദ്ധിക്കുമ്പോൾ നാട്ടിൽ എന്തുണ്ടാവും? അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. 6-ാമത്തെ പ്രത്യേകത കൂടി ഒറ്റായത്തിൽ തന്നെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹു തൗബ ചെയ്യുന്നവർക്ക് ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഖൽബിന്റെ ശക്തി, ശരീരത്തിന്റെ ശക്തി, ജീവിതത്തിൽ അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം 52-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, യാ ഖൗമി, ഏ ജനങ്ങളെ, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും എന്നിട്ട് അവങ്കിലേക്ക് തൗബ ചെയ്യുകയും ചെയ്താൽ, അല്ലാഹുവിലേക്ക് പാപമോചനം തേടുകയും എന്നിട്ട് തൗബ ചെയ്യുകയും ചെയ്താൽ അവർക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് പറഞ്ഞു. എങ്കിൽ അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തൂബു, നിങ്ങൾ തൗബ ചെയ്താൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ അവൻ വർഷിപ്പിച്ചു തരും. തൗബ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ പ്രദേശങ്ങളിലേക്ക് അല്ലാഹു മഴ എന്ത് ചെയ്യും? അല്ലാഹു നൽകും.
മാത്രമല്ല വയസിദ്കും ഖുവ്വത്തുൻ ഇലാ ഖുവ്വതികും, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലേക്ക് ഒരു ഖുവ്വത്ത്, ഒരു ശക്തി നിങ്ങൾക്ക് ചേർത്ത് തരികയും ചെയ്യും എന്നാണ്. കുറ്റവാളികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റവാളികൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുറ്റവാളികൾ പിന്തിരിഞ്ഞു പോകുന്നതാണ് എന്നും പഠിപ്പിച്ചു. അപ്പൊ തൗബയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് നമുക്ക് മഴ വർഷിപ്പിക്കാൻ തൗബ കാരണമാണ്. അല്ലാഹുവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ അത് കാരണമാണ്. അതേപോലെ തന്നെ ഏഴാമത്തെ പ്രത്യേകത, ജീവിതത്തിൽ ഒരു വിജയം ലഭിക്കാൻ, നാളെ പരലോകത്ത് വിജയം ലഭിക്കുന്നവരായി മാറുന്നവർ തൗബ ചെയ്യുന്നവരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വയതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഖുർആനിന്റെ പരാമർശമാണ് വയതൂബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ച് മടങ്ങുക. അങ്ങനെ നിങ്ങൾ ഖേദിച്ച് മടങ്ങിയാൽ അല്ലാഹു പറയാണ് അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം, നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം. എട്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? സ്വർഗം ലഭിക്കുന്നവരിൽ തൗബ ചെയ്യുന്നവരാണ് മുന്നിലുണ്ടാവുക. തൗബയെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഈ നിബന്ധനകൾ പ്രധാനമാണ്. ഈ ഒരു പ്രത്യേകതകൾ തൗബ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ നിലക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങണം. അങ്ങനെ മടങ്ങിയാലോ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും, ഖുർആൻ പറഞ്ഞു വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തൗബ ചെയ്യുന്ന ആളുകൾക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പിനെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു റമളാൻ മുഴുവനും കിട്ടിയിട്ട്, ഒരു റമളാനിന്റെ ഫളലുകളെല്ലാം ലഭിച്ചിട്ട്, ഒരു ദിവസം പോലും ഇസ്തിഗ്ഫാറിലും തൗബയിലും മുഴുകാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ എത്ര ആളുകളുണ്ട്, എത്ര ആളുകളുണ്ട്. നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ വമ്പിച്ച നഷ്ടക്കാർ. ഒരവസാനത്തെ 10 കടന്നു വരുമ്പോ പോലും തൗബ ചെയ്യാൻ മനസ്സ് കാണിക്കാതെ മാറി നിൽക്കുന്ന മനുഷ്യരുണ്ട്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് യാതൊരു വിചാരങ്ങളും ചിന്തകളും കൽബിലേക്ക് കടന്നു വരാത്തവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ആകാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് തൗബക്ക് ഇത്രയും പ്രത്യേകതകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധ പാലിക്കുക. തൗബയുടെ നിബന്ധനകൾ അല്ലാഹുവിന്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിബന്ധനകളോട് തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഇടപാടുകൾ തീർക്കാനുള്ളവരാണെങ്കിൽ അവരുമായി ഇടപാടുകൾ പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മസ്ലഹത്തിരുത്തുകയോ ചെയ്യണം. മറ്റുള്ളവന്റെ സമ്പത്ത് കൊള്ളടിച്ച ഒരാളാണ് തൗബ ചെയ്യുന്നതെങ്കിൽ അത് നിബന്ധനയായി പഠിപ്പിച്ചതെന്താ? ഒന്നുകിൽ അവന്റെ പണം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവനെ കണ്ട് പൊരുത്തപ്പെടിയിച്ച് ആ വിഷയത്തിൽ തൃപ്തരായി മാറണം, എന്നാലേ തൗബ സ്വീകരിക്കുള്ളൂ. അതേപോലെ തന്നെ ഉപദ്രവിച്ചവർ, ആക്രമിച്ചവർ പൊരുത്തപ്പെടിയിക്കണം. ആ പൊരുത്തപ്പെടിയിക്കലിലൂടെയാണ് തൗബ സ്വീകരിക്കപ്പെടുന്നതായി മാറുന്നത്. അങ്ങനെ ഇടപാടുകളിലും ശാരീരികമായി വേദനകൾ ഉണ്ടാക്കിയതിലുമൊക്കെ പരസ്പരം തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെടിയിച്ചും ഇടപാടുകൾ പൂർത്തീകരിച്ചിട്ടൊക്കെയാണ് നമ്മൾ തൗബയിലേക്ക് മടങ്ങേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആത്മാർത്ഥമായ തെറ്റ് ചെയ്തതിൻ്റെ ആത്മാർത്ഥമായ തൗബക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടണം. ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കൂലാന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് എന്തുള്ളൂ? തൗബുള്ളൂ. അങ്ങനെയുള്ള തൗബകളാണ് അല്ലാഹു കഴുകിക്കളയുന്ന തൗബ എന്ന് പറയാ. മറ്റതിങ്ങനെ ഒരു തിന്മ ചെയ്യുക, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയാ, പിന്നെ അതേ തെറ്റന്നെ ആവർത്തിക്കുക, ഒരു കാര്യമല്ല തൗബ. ആ ഇസ്തിഗ്ഫാറുണ്ട്. ആ തൗബ എന്ന് പറയുമ്പോൾ അത്തരം വീണ്ടും ഒരു തിന്മയിലേക്ക് പോക്ക് നടക്കൂല. തൗബക്കുള്ള നിബന്ധന പറഞ്ഞത് തന്നെ റബ്ബിനോട് ആ കാര്യങ്ങൾ എടുത്തു പറയണം. ആ തൗബ ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തിന്മകളെ റബ്ബിലേക്ക് എടുത്തു പറയണം. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതെന്റെ ജീവിതത്തിൽ വന്ന അപാകതയാണ് റബ്ബേ, എനിക്ക് പൊറുത്തു തരണേ എന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് കരളുരുകി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് തൗബ എന്ന് പറയാ. അത് ഈ നിബന്ധനകളോടെ ചെയ്യാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
തൗബ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും അവൻ മുക്തനാവണം. അതേപോലെ നിബന്ധനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധനയാണ് ആ തെറ്റിനെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായ ഖേദം കൽബിൽ നിന്ന് വരണം. ഒരു തൗബ എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തു പോയല്ലോ എന്ന ഖേദം തൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ പൊട്ടിവരലാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബികളുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും ഗൗരവമായി തൗബയുടെ ആഴം, അല്ലെങ്കിൽ ഒരു തൗബ ചെയ്യുന്ന മനുഷ്യന്റെ കൽബിന്റെ ആഴമറിയണമെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വാമിലിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വ്യഭിചരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് വാർത്തയെത്തുന്നുണ്ട്. ആ പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നൊന്ന് ശുദ്ധീകരിക്കണം നബിയെ, ഞാൻ തെറ്റ് ചെയ്തു. എന്താ തെറ്റ്? വ്യഭിചാരം എന്ന തെറ്റാണ്. എന്നിട്ട് വന്ന് ചോദിക്കാണ്, ഞാൻ തെറ്റ് ചെയ്തു, ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം. എന്താ ഈ റസൂലുള്ളാഹിനോട് വന്ന് ശുദ്ധീകരണം ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചരിച്ച പെണ്ണിന് ഇസ്ലാം വിധിച്ചൊരു വിധിയുണ്ട്. വിവാഹം കഴിഞ്ഞ ആണോ പെണ്ണോ വ്യഭിചരിച്ചാൽ അവർക്കുള്ള വിധി റജമ നടത്തലാണ്, എറിഞ്ഞു കൊല്ലലാണ് വിധി. അപ്പൊ ദുനിയാവിൽ എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നത്. ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുഖം തിരിച്ചു. മുഖം തിരിച്ചപ്പോൾ റസൂലിന്റെ മുന്നിൽ ഈ പെണ്ണ് ഇങ്ങോട്ട് വന്നു. റസൂലിനോട് പറഞ്ഞു, റസൂലേ ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. അപ്പോൾ റസൂൽ ഇപ്പുറത്തേക്ക് മുഖം തിരിച്ചു. റസൂലുള്ളാഹിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ എന്നെ ശുദ്ധീകരിക്കണം. സ്വഹാബത്തിനെ വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പെണ്ണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതല്ല അവൾക്ക് വല്ല തലക്കും വല്ല അസുഖം ബാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞു. സ്വഹാബത്ത് അന്വേഷിച്ചിട്ട് വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലേ അവൾ വ്യഭിചരിച്ചവളാണ്, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അവൾ ഗർഭിണിയാണ് എന്ന വാർത്തയാണ് റസൂലുള്ളാഹിക്ക് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിക്കോ, പ്രസവിച്ചിട്ട് വാ. ചുരുങ്ങിയതൊരു 9 മാസ സമയം അള്ളാഹിന്റെ റസൂൽ അനുവദിച്ചു കൊടുക്കാൻ. പ്രസവിച്ചതിന് ശേഷം വരാൻ വേണ്ടി കൽപ്പിച്ചു. നോക്കിങ്ങൾ, അത്രയും ദൈർഘ്യമായൊരു സമയം കിട്ടി. ആ പെണ്ണ് പോയി. പ്രസവിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഒരു ചെറിയ പൈതലിനെ കയ്യിൽ പിടിച്ചിട്ട്, ഒരു ചോര പൈതലിനെ കയ്യിൽ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, റസൂലേ ഇതാ എൻ്റെ കുട്ടി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ, ഇതാ എൻ്റെ കുഞ്ഞിതാ നബിയെ, ത്വഹിർനി യാ റസൂലല്ലാഹ്, ഇപ്പോഴെങ്കിലും എന്നെ ശുദ്ധീകരിക്കണം റസൂലേ, ഇപ്പോഴെങ്കിലും എന്നെ ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ പെണ്ണിന് വീണ്ടും ഇളവ് കൊടുക്കുകയാണ്. മുലകുടി പ്രായത്തിലുള്ള കുട്ടിയാണ്. കുട്ടീൻ്റെ മുലകുടി പ്രായം തീരട്ടെ, ഈ പോയിക്കോ. വീണ്ടും പറഞ്ഞയച്ചു. ചാൻസുകളൊക്കെ വീണ്ടും കൊടുത്തു, ഓടാനും രക്ഷപ്പെടാനും നാടും തന്നെ പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പെണ്ണെന്ത് ചെയ്തു? 2 കൊല്ലം, ഫിസ്വാലുഹു ഫി ആമൈൻ എന്നാണ്, 2 കൊല്ലത്തെ മുലകുടി പ്രായമാണ്. മുലകുടിക്കാനുള്ള കാലയളവ് തീരെ പഠിപ്പിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് വീണ്ടും ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നടത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വന്നു. 2 വയസ്സ് പ്രായം തികഞ്ഞ കുട്ടി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഒരു ഉണക്ക റൊട്ടി കഷ്ണം കയ്യിൽ കൊടുത്തിട്ട്, എന്തിനാണെന്നറിയോ? ചരിത്രത്തിൽ കാണാം, ആ പെണ്ണ് എൻ്റെ കുഞ്ഞ് റൊട്ടി തിന്നാനുള്ള പ്രായമായെന്ന് ഹബീബിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ റൊട്ടി കഷ്ണം കയ്യിൽ കൊടുത്തതെന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ത്വഹിർനി യാ റസൂലല്ലാഹ്, സഹിക്കാൻ പറ്റണില്ല നബിയെ, ചെയ്തുപോയ തിന്മയെ സംബന്ധിച്ചോർത്തിട്ട് ജീവിതത്തിൽ ഒരു സ്വസ്ഥത അല്ല റസൂലേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം സ്വഹാബത്തിനെ ഏൽപ്പിക്കാൻ. സ്വഹാബത്തെ ഏറ്റെടുത്തു. കുഴി കുത്തി റജമ നടത്താൻ വേണ്ടി കുഴിയിൽ ഇറക്കി നിർത്തി എറിയാനുള്ള പുറപ്പാടിലാണ്. റസൂലുള്ള നിശ്ചയിച്ച സ്വഹാബത്ത് വേണം എറിയാൻ. അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച സ്വഹാബികൾ എറിയുമ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കല്ല് കൊടുത്തു റസൂലുള്ളാഹ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പെണ്ണിന്റെ തലയിലേക്ക് ആഞ്ഞെറിഞ്ഞു. സ്വഹാബികളൊക്കെ എറിയുന്ന കൂട്ടത്തിൽ ഖാലിദിന്റെ കല്ല് പെണ്ണിന്റെ തലയിൽ തട്ടി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിലേക്ക് പെണ്ണിന്റെ രക്തം തെറിച്ചു. അപ്പൊ ആ കുപ്പായം ഇങ്ങനെ പിടിച്ചിട്ട് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഛേ, ഒരു വ്യഭിചാരി പെണ്ണിന്റെ ചോരന്റെ കുപ്പായത്തിലായല്ലോ. ഈ വാക്ക് കേട്ട ഉടനെ ഹബീബായ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. ഖാലിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, മിണ്ടല്ലേ ഖാലിദേ, നാവടക്ക് ഖാലിദേ, നിന്റെ സംസാരത്തിന് നിയന്ത്രണം വരുത്തണം ഖാലിദ് എന്ന് ഖാലിദ് ഇബ്നു വലീദിന് താക്കീത് കൊടുക്കുന്ന ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് വേണ്ടി കയറി നിൽക്കുമ്പോൾ റളിയല്ലാഹു അൻഹു കുപ്പായത്തിന് പിടിക്കുന്നുണ്ട്.
പിറകോട്ട് വലിച്ചിട്ട്, റസൂലേ നിൽക്കരുത്, ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് കയറി നിൽക്കരുത്. കയ്യിനെ തട്ടി മാറ്റി റസൂല് കയറി നിന്ന മറ്റൊരു ചരിത്രം നമുക്ക് കാണാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ ഖബറടക്കിയതിന് ശേഷം സ്വഹാബികളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികളെ, നിങ്ങൾ എന്തു മനസ്സിലാക്കി? നിങ്ങളുടെ സംസാരത്തിന് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഈ പെണ്ണിന്റെ തൗബ ഒരു തട്ടിലും ഈ കാണുന്ന മുഴുവൻ സ്വഹാബത്തിന്റെ തൗബ മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തൂങ്ങുന്നത് ആ പെണ്ണിന്റെ തൗബക്കായിരിക്കും. അത്രമാത്രം ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ പെണ്ണിന്, അത്രമാത്രം ഖേദമുണ്ട് ആ പെണ്ണിന്. ആ ഖേദമാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സഹോദരങ്ങളെ സ്വഹാബത്ത് തൗബ ചെയ്തതിന്റെ ആഴത്തെക്കുറിച്ച് പറഞ്ഞ ഇത്തരം ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കൽബിനോട് ചോദിക്ക്, ഇങ്ങനെ ഒരു ഖേദം നമ്മുടെ കൽബിൽ നിന്ന് പ്രകടമാകാറുണ്ടോ? ആ ഖേദമാണ് ഒരു തൗബക്ക് വേണ്ട മാനദണ്ഡം, ആ ഖേദമാണ് ഒരു തൗബക്ക് വേണ്ട നിബന്ധന. അതാണ് സ്വഹാബത്തിന്റെ പ്രത്യേകത. അതെ, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് ഖുർആനിന്റെ ആയത്തോതി ആ പെണ്ണിനോട് ചോദിക്കും, പെണ്ണെ, എന്ത് കാരണം കൊണ്ടാണ് നീ കുഴിച്ചു മൂടപ്പെട്ടതെന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ എന്നായത്ത് ഓതുന്ന സമയത്ത് നിസ്കാരം വരെ വസ്വാസായി സ്വഹാബത്തിന്. വിതുമ്പി 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 കരഞ്ഞ് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്ന ചരിത്രങ്ങൾ വരെയുണ്ട്. സ്വഹാബത്ത് ചോദിച്ചില്ലേ, സ്വഹാബത്തിനോട് റസൂൽ ചോദിച്ചില്ലേ, എന്തിനങ്ങനെ കരയണത്, എന്തു പറ്റി? ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് പറഞ്ഞതാ, റസൂലേ, എന്റെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് വെച്ച നിബന്ധന, ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ അവളെ കുഴിച്ചു മൂടരുതെന്ന് നിബന്ധന വെച്ചു. ആ നിബന്ധന എന്താണെന്നറിയോ? അന്ന് ജീവനോടെ പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടലായിരുന്നു. കാരണം പെൺകുട്ടിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അത്ര അപമാനം വേറൊന്നുമില്ല. ആളുകൾ പരിഹാസത്തിന്റെ വാക്ക് പറയും. എൻ്റെ കുട്ടിനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലിട്ട് വളർത്തി, വളർന്ന് മുറ്റത്തിറങ്ങി കളിക്കാനുള്ള പ്രായമായപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പരിഹാസം എനിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു കുന്നിന്റെ ചെരുവിൽ കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ എറിഞ്ഞ് ആ കിണറ്റിലേക്ക് ഒരു കല്ലും കൂടി എടുത്തിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. നബിയെ, ഇന്നെന്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നുന്നു റസൂലേ, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമോ നബിയെ, എന്റെ തൗബ റബ്ബ് സ്വീകരിക്കാതെ പോകുമോ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖേദത്തോടെ ചോദിക്കുന്ന സ്വഹാബത്തിന്റെ ചോദ്യമുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ. തൗബ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ഇസ്തിഗ്ഫാർ നടത്തി അല്ലെങ്കിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് പടച്ചോനെ പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ തിന്മയിലേക്ക് മടങ്ങലല്ല. ഈ രൂപത്തിൽ നിബന്ധനകൾ പാലിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള തൗബയെ സംബന്ധിച്ചാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. ഇത്തരം തൗബകളിലേക്ക് നമ്മൾ മടങ്ങുക. ഈ റമദാനിനെ അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ റമദാൻ തീരുമ്പോൾ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരായി, കഴുകിക്കളഞ്ഞ മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയണം. ഖൽബ് നന്നായ മനുഷ്യരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് പാപങ്ങൾ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 5-ാം തീയതി നമുക്ക് നമ്മുടെ ഈ മഹല്ലിലെ സമൂഹ നോമ്പുതുറയാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ കൂട്ടി അതിലേക്ക് വരണം. അതിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അള്ളാഹ്. അതിലേക്കൊക്കെ കുടുംബസമേതം വന്ന് അതിൻ്റെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം. അതിനു വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. പിന്നെ ഒരു മഹല്ലിൻ്റെ ചുമതല എന്ന നിലക്ക്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ മഹല്ലിലൊരു വ്യക്തികൾ എന്ന നിലക്ക് അതിനൊരു കെട്ടുറപ്പോടു കൂടി ഇൻഷാ അള്ളാഹ് ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാകണം. സാമ്പത്തികമായി വേണ്ടവർ, ചെയ്യേണ്ട ആളുകൾ, അതേപോലെ തന്നെ ശാരീരികമായി വേണ്ട സഹായങ്ങൾ, അതൊക്കെ ഈ സമൂഹ നോമ്പ് തുറക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം ഇവിടെ നടക്കുന്ന വിജ്ഞാന സദസ്സുണ്ടെങ്കിൽ ആ സദസ്സിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചേർന്ന് വിജ്ഞാനം നുകരുക. അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നിബന്ധനകൾ പാലിച്ച് നമ്മളതിലേക്ക് എത്തുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നന്മ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നന്മയിൽ അണിനിരക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.